പോറ്റിയാണ് മാഷെ ഇപ്പൊ താരം. പോറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പോറ്റി വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല മന്ത്രിമാരും എം പിമാരും ഒക്കെ കുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇത് ബാംഗ്ലൂരു സംഘത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നിസ്സാരമായി കാണാനും കഴിയില്ല. തന്ത്രിയാണെങ്കിൽ വാജിവാഹനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം അദ്ദേഹം ഇപ്പൊ പറയുന്നു, ഇതൊന്ന് എടുത്തുകൊണ്ട് പോകാമോ, ഞാൻ എഴുതി കൊടുത്തതാണ് എന്നിട്ടും കൊണ്ടുപോകുന്നില്ല എന്നാണ് തന്ത്രി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്ത്രി ഒപ്പിട്ടു, ദേവസ്വത്തിന്റെ ആളുകൾ ഒപ്പിട്ടു, അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം ഒപ്പിട്ട ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയുന്നു, ഞങ്ങളൊരു ഒപ്പല്ലേ ഇട്ടുള്ളൂ, ഇത് കൊണ്ടുപോകാനോ ഇതെടുക്കാനോ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നിസ്സാരമല്ല മാഷെ. ഈ വീട്ടിൽ നിന്ന് സ്വർണ്ണ രേഖകളും ഉൾപ്പെടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ഉള്ളതൊക്കെ ഈ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ പോറ്റി മാത്രമല്ല, ഇപ്പൊ കുടുങ്ങിയത് പോറ്റിയാണ്. പക്ഷെ പോറ്റി മാത്രമല്ല, പോറ്റിക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ലേ വാസ്തവം? പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോറ്റി വളരെ ചെറിയ ഒരു ഉപകരണമാണ് ഇതിനകത്ത്. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഏതാണ്ട് സംഘടിതമായി നടക്കുന്ന കവർച്ചയുടെ ഭാഗമാണ്. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുമായി എല്ലാ ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ പള്ളികളിലുമൊക്കെ ഭക്തരുടെ വേഷം ധരിച്ച് എത്തുന്ന ആളുകളാണ് ഈ കൊള്ള നടത്തുന്നത്. അവരാണ് ഭക്തർ. ലോകത്തെ ഏറ്റവും വലിയ ഭക്തർ അവരാണ് എന്നാണ് അവരുടെ അവകാശം. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ വന്നിരിക്കുന്ന കേസിൽ 10 പ്രതികളാണുള്ളത്. 10 പ്രതികൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. പോറ്റി പറയുന്നത് 10 അല്ല 15 പ്രതികളുണ്ട് എന്നാണ്. ആ 5 പ്രതികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ഉദ്യോഗസ്ഥരല്ലാത്ത രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളായിരിക്കാം. അതിൽ MLA മാരുണ്ടോ, മുൻ മന്ത്രിയുണ്ടോ, MP ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പിന്നീട് മാത്രമേ അറിയാനായിട്ട് സാധ്യതയുള്ളൂ. ഈ MP എന്ന് പറയുന്ന പേരൊക്കെ അടിച്ചു വരാൻ കാരണം എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹം പിന്നീട് MP ആയി മാറി. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അനുമാനം. എന്തായാലും രാധാകൃഷ്ണൻ അതിനകത്തൊന്നും പെടാനുള്ള യാതൊരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കരിയറിന്റെ അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹം ഈ MLA അല്ലാതെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പറമ്പ് കളക്കുന്ന ഒരാളാണ്. അപ്പം അയാളുടെ അടുത്ത് ഈ പണിയും കൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. അയാളുടെ പേരും അതിനകത്ത് വലിച്ചു വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയാണ് മാധ്യമങ്ങളിൽ ഇങ്ങനെ MP എന്ന് പറയുന്ന പേര് ഇറങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലയളവില് വന്നു പോയിട്ടുള്ള മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, MP ഉണ്ട്. അങ്ങനെയുള്ളത് വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ആയതുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് തൻ്റെ ബന്ധങ്ങളൊക്കെ ഇവർ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഉന്നതമായ ബന്ധങ്ങളുള്ള, ഒരുപക്ഷെ രാഷ്ട്രീയക്കാരേക്കാൾ വലിയ ഉന്നത ബന്ധങ്ങളുള്ള ഒരു വലയിലെ ഒരു കണ്ണി മാത്രമാണ് പോറ്റി. ഇപ്പോൾ പോറ്റിയുടെ അണ്ടകടാഹം മുഴുവനും ഇപ്പോൾ പോലീസ് പിഴിയുന്നുണ്ടാവും. പക്ഷെ പിഴിഞ്ഞാലും ചോദിക്കാനുള്ളത് മാഷെ, പോറ്റി പറഞ്ഞിട്ടുള്ള പേരുകളിലേക്കെല്ലാം അന്വേഷണം പോകുമെന്ന് നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണ ചരിത്രമൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ഈ വിഷയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് പല കളവുകളിൽ നിന്നും വ്യത്യസ്തമാണുള്ളത്. ഇത് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ശരിക്കും. കാരണം ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ, ഇപ്പം നമുക്കറിയാം ഭക്തിയുടെ പേരിൽ ഇതുമായിട്ടൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഭക്തി സംഘങ്ങളുണ്ടല്ലോ, ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. അവരാണല്ലോ ഇത് കട്ടെടുത്തിരിക്കുന്നത്. അതല്ലല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ ഭക്തി ലഹരിയിൽ മുങ്ങുന്നത്. അവരങ്ങനെ ഭക്തരാണ്, അതാണ് പ്രശ്നം. ആ ഭക്തിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം അവർ വലിയ ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ഡയറ്റ്, ഇതിനാകട്ടെ എന്തായാലും സാർവജനീനമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ശക്തിയെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പിടിക്കപ്പെടണം, അവർ തുറന്നു കാണിക്കപ്പെടണം. അതിൻ്റെ പിന്നിലുള്ള എല്ലാ ആളുകളും വെളിച്ചത്ത് വരണം. എങ്കിൽ മാത്രമാണ് ഈ വിശ്വാസം പോലും എന്ത് ചെയ്യുള്ളൂ, ദൃഢമായിട്ടാണ് നിൽക്കുക. ആ വിശ്വാസം അങ്ങനെ ദൃഢമായി നിൽക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസം പൊളിക്കൽ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകമല്ല. പണ്ട്
നീഷെ എന്ന് പറയുന്ന വലിയൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ഈ മാർക്കറ്റിൽ ചെന്ന് എന്നുവെച്ചാൽ ചന്തയിൽ ചെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ദൈവം മരിച്ചു, നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തെ കൊന്നു എന്ന്. അതൊരു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഫിലോസഫിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലവിളിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്നൊരിക്കൽ പോലും അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ബീയിങ്ങിനെ കുറിച്ച്, അതിൻ്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ച്, അതിൻ്റെ എൻറ്റിറ്റിയെക്കുറിച്ച് താത്വികമായി ദാർശനികമായി ചർച്ച ചെയ്യുന്ന സമൂഹമല്ല. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, അതിനൊന്നൊരു പ്രസക്തിയില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നായിട്ട് വിശ്വാസം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഫിലോസഫിക്കലായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല അത് എന്ന് ഇന്നത്തെ സമൂഹത്തിന് അറിയാം. പഴയ കാലത്ത് പക്ഷേ അത് വലിയ തരത്തിൽ എന്ത് ചെയ്യുമായിരുന്നു, ചർച്ച ചെയ്യുമായിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു സംവാദാത്മകമായിട്ടുള്ള രീതിയിൽ ആത്മീയതയും മറ്റുമൊക്കെ നിലനിന്നിരുന്നത്. അതൊക്കെ പോയൊരു കാലത്ത് നമ്മൾ ചെയ്യും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിൻ്റെ ഒരു ആവശ്യ ഘടകമാണ് ഭക്തി എന്ന് പറയുന്നത്. അതിനെ ആ രീതിയിൽ കാണുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടില്ല എങ്കിൽ അത് ഇതിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞാനും കണക്കാക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ മറ്റു പല അന്വേഷണങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതെങ്ങും എത്താറില്ല. ആരും എങ്ങും ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആകെ ഒരു ബാലകൃഷ്ണപിള്ള മാത്രമാണ് അതിന് അപവാദമായിട്ട് ശിക്ഷിക്കപ്പെട്ട് അകത്ത് പോയി, ജയിലിൽ പോയി. ബാക്കി ഏത് രാഷ്ട്രീയ നേതാവാണ്, അഴിമതിക്കാരനായിട്ടുള്ള ഏത് രാഷ്ട്രീയ നേതാവിനാണ് നമ്മുടെ സമൂഹം ശിക്ഷിച്ചാകണം? ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അവരുടെ ശിക്ഷയുടെ പ്രശ്നമല്ല, ഇതൊരു ഭക്തിയുടെ വളരെ പ്രസക്തമായിട്ടുള്ള ആ എൻറ്റിറ്റിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയും, കോടതിയാണ് അന്വേഷിക്കുന്നത്, മറ്റന്വേഷണങ്ങളിൽ നിന്ന് ഇതിന് വ്യത്യാസമുള്ളത് അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് വലിയൊരു പ്രസക്തിയില്ല. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് അറിയാനുള്ളൊരു കൗതുകം സമൂഹത്തിനുള്ളത് അതിലേത് രാഷ്ട്രീയ നേതാവാണുള്ളത്? ഒന്ന് ഈ ഭരണകാലം മുഴുവനും CPM ആണ് ഇരുന്നിരുന്നത് അല്ലേ? 15 വർഷത്തിലേറെ ശബരിമലയുമായിട്ട് തനിക്കുള്ള ബന്ധവും ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ടുള്ള അടുപ്പവും ഒക്കെ ബംഗളൂരിലെ ചിലർ ദുരുപയോഗം ചെയ്തു എന്നൊക്കെയാണ്. അപ്പൊ 15 വർഷം എന്ന് പറയുന്നത് നിസ്സാര കാലയളവല്ല. അല്ല, എനിക്കൊന്ന് 15 വർഷം അല്ല, അതിനേക്കാൾ കൂടുതൽ. 2004 മുതൽ 2008 വരെ ഇദ്ദേഹം അവിടെ പരികർമ്മിയായിട്ട് നടന്നിരുന്ന ഒരാളാണ്. അപ്പോൾ 15 വർഷമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് അതിൽ കൂടുതൽ ബന്ധമുണ്ട്. പക്ഷേ പരികർമ്മി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ബന്ധവും ആരുമായിട്ട് ഉണ്ടാവാൻ വഴിയില്ല. സ്ഥാപിച്ചെടുക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം വളർന്ന് വലുതായി ഈ പന പോലെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ സത്യസന്ധരായിട്ടുള്ള ആളുകളല്ല നമ്മുടെ സമൂഹത്തിൽ പന പോലെ വളരുന്നത്, കള്ളന്മാരാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് വളരാൻ പറ്റുള്ളൂ. അതെ, ഇപ്പൊ ചിലർ പറയുന്നു മോൻസൺ മാവുങ്കലിന്റെ വിധിയായിരിക്കും ഇനി പുറം ലോകം കാണില്ല എന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, മോൻസൺ മാവുങ്കൽ പോലെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു പക്ഷേ ഇനി പുറം ലോകം കാണില്ലായിരിക്കും. പക്ഷെ ആ കേസ്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായിട്ട് ഒതുക്കി വെക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നില്ല. കാരണം ഇങ്ങനെ എല്ലാവരുടെയും പേര് പുറത്തു വരികയാണ്, എല്ലാവർക്കും എതിരെ നടപടി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പല പ്രമുഖരും ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ? അല്ല, സമൂഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഏത് പ്രമുഖനായാലും അവൻ തുറന്നു കാണിക്കപ്പെടട്ടെ, അവൻ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളത് തന്നെയായിരിക്കും. പ്രമുഖർ ശിക്ഷിക്കപ്പെട്ടാലാണ് ഈ അന്വേഷണവും ഈ കേസും ഒക്കെ എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടി ആളുകളുടെ ഇടയിൽ വിശ്വാസയോഗ്യമായി മാറിത്തീരുകയുള്ളൂ. പോറ്റി മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ അതിലൊരു പ്രസക്തി ഉണ്ടാകും നിൽക്കുന്ന പോറ്റി. കാരണം പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും കേസന്വേഷണത്തിൻ്റെ ഭാഗമായി വരികയും അവരെ തിരിച്ചറിയുകയും അവരിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക. അതാണ് സമൂഹം ആഗ്രഹിക്കുന്നൊരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.